പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 5ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. ഒന്നാമത്തെ ചോദ്യം സാധാരണ വരുന്നത് പോലെ തന്നെ യോജിപ്പിക്കാം എന്നതാണ്. 6 ചോദ്യങ്ങളുണ്ട്. 6 ഇടതുഭാഗത്ത് കള്ളിയിലാക്കി നൽകിയിട്ടുണ്ട്. യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതണം. ഒന്നാമത്തത് നമ്മൾ വായിക്കാം. പുരുഷന് ഒരു വെള്ളി മോതിരം ധരിക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ പുരുഷന്മാർക്ക് വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ് നമ്മൾ പഠിച്ചു. 2, തീ കൊണ്ട് പടക്കപ്പെട്ടവരാരാണ്? ജിന്നുകളാണ് തീ കൊണ്ട് പടക്കപ്പെട്ടവർ. മൂന്നാമത്തത്, കുഫറിൻ്റെ ഇനത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? കുഫർ എന്ന് പറഞ്ഞാൽ അവിശ്വാസം. വിശ്വാസം പോകുന്ന ഇനത്തിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ദത്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇവർ ആദ്യം മുസ്ലിം ആയിരുന്നു, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തോ കാര്യം ചെയ്തതുകൊണ്ടാണ് റിദ്ദത്തിലേക്ക് എത്തിയത്. ഇനി 4ാമത്തത്, മുർത്തദായവൻ ഉടൻ ഇസ്ലാമിലേക്ക് വരൽ നിർബന്ധമാണ്. താമസമില്ല, വന്നു കഴിഞ്ഞാൽ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടണം. അതുകൊണ്ട് വേഗം തന്നെ ഇസ്ലാമിലേക്ക് വരൽ നിർബന്ധമാണ്. 5ാമത്തത്, ഇന്ന ഷൈത്താന ലിൽ ഇൻസാനി അദുവുൻ മുബീൻ. ഇന്ന ഷൈത്താന തീർച്ചയായും ഷൈത്താൻ ലിൽ ഇൻസാനി മനുഷ്യന്മാർക്ക് അദുവും മുബീൻ വ്യക്തമായ ശത്രുവാണ്. നമ്മുടെ ശത്രുവാണ് ഷെയ്ത്താൻ. അങ്ങനെ തന്നെ അവനെ കാണുക, അടുപ്പിക്കുക പോലും ചെയ്യരുത്. 6ാമത്തത്, ഇന്ന അക്രമക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും ബഹുമാനികൾ ഇന്ദല്ലാഹി അള്ളാഹുവിൻ്റെ അരികിൽ ബഹുമാനികളാരാണ്? അത്തുക്കാക്കും ജനങ്ങളുടെ ഇടയിലല്ല, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ആൾക്കാർ അത്തുക്കാക്കും നിങ്ങളിൽ നിന്ന് സൂക്ഷ്മതയുള്ള തെക്കുവയുള്ള ആളുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ചോദ്യങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഒരു പക്ഷേ ഇതിൽ നിന്നും 3 വരാൻ സാധ്യതയുള്ളതാണ്. ഇനി 2ാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് വേഗം ഉത്തരം അറിയണമെങ്കിൽ പാഠഭാഗം നന്നായി വായിക്കണം. ദുറൂസാണ്, ആയത്തുകളുണ്ടാകും, ഹദീസുകളുണ്ടാകും, പഠിച്ചേ പറ്റൂ. 50 മാർക്കാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിൽ ഒരുപാട് ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അതും പുറമെ പാഠഭാഗത്തിൽ വന്ന ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മുടെ മൈൻഡിൽ ഹിഫ്ളിലുണ്ടായിരിക്കണം. 100% 3-4 ഇതുപോലത്തെ ആയത്ത് ഹദീസ് ഉണ്ടാകും, പഠിച്ചു വെക്കുക. ഒന്നാമത്തത്, ഇന്ന ദീന ഇന്ദലായിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. തവഫനി മുസ്ലിമൻ, മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണം. വ അൽഹഖിനി എന്നെ നീ ചേർക്കണം. എന്താ വിട്ടുപോയത്? ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ എന്നെ നീ ചേർക്കണം. 3ാമത്തത്, നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. പാഠം വായിക്കുന്നവർക്ക് എളുപ്പം കിട്ടും. 4ാമത്തത് എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തവനാണ് ഡാഷ് പിശാജ്. അപ്പോൾ നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് പ്രതിജ്ഞ എടുത്ത് സമ്മതം വാങ്ങിയവരാണ് പിശാജ് എന്ന് പറയുന്ന വർഗം. പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ യഥാർത്ഥ വിശ്വാസികളെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല. ചെറിയ വിശ്വാസ വൈകല്യമുള്ളവരെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയുള്ളൂ. എൻ്റെ ഉറച്ച വിശ്വാസികളെ ഒരിക്കലും നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വിശ്വാസത്തിൻ്റെ ആളുകളായി നമ്മൾ മാറുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 3ാമത്തത് നിങ്ങൾ നോക്ക്. ഈ ചോദ്യ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വന്ന ചോദ്യങ്ങളാണ്. 1, തെക്കുവ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്, കുറച്ചെണ്ണം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ബാക്കി പുസ്തകത്തിലുണ്ട്. വായിച്ച് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് എഴുതാനുണ്ടാവും, ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാവും, ചിലപ്പോൾ ഇതുപോലെ 2 എഴുതാനായിരിക്കും. അപ്പോൾ എളുപ്പമാണ്, 2, 3, 4 നമ്മൾ ഓർമ്മയിലുണ്ടാവും, അതെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ തെക്കുവ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് നമ്മൾ തെക്കുവ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാപമോചനം ലഭിക്കും. നമ്മളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു തരും. പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് തെക്കുവയിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നരകമോചനം,
നരകമോചനം എന്ന് പറയുമ്പോൾ നമ്മൾ നരകത്തിൽ നിന്ന് കടക്കാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാകും. അതോടൊപ്പം തന്നെ സ്വർഗപ്രവേശനവും ലഭിക്കും. മുത്തഖീങ്ങൾക്കാണ്, തെക്കുവയുള്ള ആളുകൾക്കാണ് സ്വർഗപ്രവേശനം ലഭിക്കുക, അവർക്കാണ് സ്വർഗം. രണ്ടാമത്തത് പുരുഷന് ധരിക്കാൻ പറ്റാത്തവ. 4 നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 എഴുതിയാൽ മതി, 4 ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് സ്വർണ്ണമാണ്. സ്വർണം പുരുഷന് ധരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെള്ളി മോതിരം ഒഴികെയുള്ള മാല, അതുപോലെ തന്നെ കൈച്ചെയിന്, ഇതൊന്നും പുരുഷൻ അനുവദനീയമല്ല. പിന്നെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഉണ്ടാകുന്ന നൂല് കൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് ഈ പട്ടുവസ്ത്രങ്ങളായി വരുന്നത്. പൊതുവെ സ്ത്രീകൾ സാരിക്കും മറ്റുമൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. വളരെ മിനുസമുള്ള നൈർമല്യമുള്ള വസ്ത്രമായിരിക്കും അത്. പിന്നെ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം. അപ്പം പുരുഷന്മാരുടെ വസ്ത്രം എപ്പോഴും ഞെരിയാണിക്ക് മുകളിലായിരിക്കണം, അതിൻ്റെ താഴോട്ട് പോകാൻ പാടില്ല. അത് പുരുഷന് ധരിക്കാൻ പറ്റാത്തതാണ്. ഇനി മൂന്നാമത്തത് രിദ്ദത്തിൻ്റെ കാരണങ്ങൾ. ഒരുപാടെണ്ണം പുസ്തകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതി കൊടുക്കാൻ സ്ഥലമില്ല, ഉള്ളത് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് രിദ്ദത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യകാരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുക. മുസ്ലിം ആയിരുന്നു പക്ഷേ അള്ളാഹു ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹ്ക്കൊന്നും കഴിവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിക്കുക. അതുപോലെ തന്നെ അവൻ്റെ പ്രവാചകരെ നിഷേധിക്കുക. അള്ളാഹ്ക്ക് കഴിവുണ്ട് പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കഴിവുമില്ല, അവർ പ്രവാചകരല്ല. ഇതുപോലത്തെ രൂപത്തിലുള്ള സംസാരങ്ങളോ പ്രവർത്തികളോ ഉണ്ടാവുക, അതാണ് അവൻ്റെ പ്രവാചകരെ നിഷേധിക്കുക എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക. അള്ളാഹുവിനല്ലാതെ മറ്റു ബിംബങ്ങൾക്ക് മുമ്പിലോ മനുഷ്യർക്ക് മുമ്പിലോ ഖബറിൻ്റെ മുമ്പിലോ ഒക്കെ സുജൂദ് ചെയ്താൽ എന്താവും? ഇലാഹാണെന്ന്, ദൈവമാണെന്ന നിലക്ക് സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ രിദ്ദത്താവും. അതുപോലെ തന്നെ ഇസ്ലാം അനുവദനീയമാക്കിയ കച്ചവടം, വിവാഹം, ഇതിന് ഹലാലല്ല എന്ന് പറയുക. ഇസ്ലാം ഹലാലാക്കിയതിന് ഹലാലല്ല എന്ന് പറയുക. ഇസ്ലാം ഹറാമാക്കിയ വ്യഭിചാരം, കള്ളുകുടി പോലത്തതിനെ ഇവനെന്താക്കുക, അതൊന്നും തെറ്റല്ലേ, അതൊക്കെ ചെയ്യാമേ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് എഴുതാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ബുദ്ധിമുട്ടി പോകരുത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നന്നായി നോട്ട് ചെയ്യുക. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രിദ്ദത്തിൻ്റെ കാരണങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നാലാമത്തതാണ്, വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തത് സൂറത്തുൽ വാഖിയ ഓതിയാൽ ഉള്ള നേട്ടം എന്ത് എന്നാണ്. സൂറത്തുൽ വാഖിയ ഏതാണ്? ദാരിദ്ര്യം വരില്ല, അതാണ് അതുകൊണ്ടുള്ള നേട്ടം. ഇനി രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവരാരാണ്? തഖ്വയുള്ളവരാണ് ഏറ്റവും ആദരവുള്ളവർ. മൂന്നാമത്തത് പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? ഇബ്ലീസാണ് പിശാചുകളിൽ ഏറ്റവും വലിയ ധിക്കാരി. നാലാമത്തത് ഖുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തിയ 2 ശീലങ്ങൾ ഏവ? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈമുൽ അസദിയിൽ നിന്ന് മാറ്റിയെടുത്തത്, തിരുത്തി പറഞ്ഞു കൊടുത്തത്. മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണത്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച വേഷവിധാനം ഏതാണ്? നബി തങ്ങൾ ശപിച്ചത് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ആണുങ്ങളിടുന്ന വസ്ത്രം പെണ്ണുങ്ങൾ ഇടാൻ പാടില്ല. പെൺകുട്ടികളിടുന്ന വസ്ത്രം ഒരിക്കലും ആൺകുട്ടികളും ഇടാൻ പാടില്ല. അങ്ങനെ ഇടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കടുത്ത ശാപം പേറിയവരായി നമ്മൾ മാറും. അള്ളാഹു കാക്കട്ടെ, ആമീൻ. ഇനി അഞ്ചാമത്തത്, ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാ വായിക്കാൻ പോകുന്നത്. വ്യക്തമാക്കാം എന്നുള്ളതിൽ 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം, പഠിച്ചോളൂ. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ്.
നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം നമ്മൾ ചെയ്യുന്ന ആരാധന കൊണ്ട് ഉദ്ദേശിക്കുക. മറ്റൊന്നും നിസ്കരിക്കുന്നത് ഉമ്മാക്ക് കാണാൻ വേണ്ടിയോ ബാപ്പാക്ക് കാണാൻ വേണ്ടിയോ ഉസ്താദിൻ്റെ അടുത്ത് അടിയിൽ നിന്ന് രക്ഷപ്പെടാം ഒന്നുമല്ല. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ സ്നേഹം പ്രീതി മാത്രമാണ് നമ്മുടെ ആരാധന കൊണ്ട്, ഖുർആൻ പാരായണം, നിസ്കാരം, നോമ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് ഇഖ്ലാസ് എന്ന് പറയും. ഇനി തെക്കുവ എന്നാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തെക്കുവ. അപ്പോൾ ഒരാൾ മുത്തക്കിയായി മാറുന്നത്, നല്ല മുത്തക്കിയായ മനുഷ്യനാന്ന് പറയില്ല, അതെപ്പോഴാണ്? അയാൾ അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുമ്പോഴാണ്. 3. ആരാണ് ശൈത്വാന്മാർ? ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്വാന്മാർ. ഇപ്പോൾ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ് വന്ന ഒരു വിഭാഗമാണ് ശൈത്വാൻ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 6ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യം പൂരിപ്പിക്കാമെന്നതാണ്. അതിലൊന്നാമത്തത് ബൈത്താണ്, നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകും. തഖ്വല്ലാഹി മദാറു കുല്ലി സആദതി വതിബാഉ വഹ്വാർ ഉസു ശർരി ഹബായില. പഠിച്ചു വെച്ചോളാ ബൈത്ത്, ഉറപ്പായും പ്രതീക്ഷിക്കാം. 2ാമത്തത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റു ചെയ്താൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക, അത് പാപത്തെ മായ്ച്ചു കളയും. ഇനി 7ാമത്തത് ആശയം എഴുതാം എന്നതാണ്. 2 ആയത്തുകളാണ്. അതിൻ്റെ ആശയം: 1. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസി മജ്റദ്ദമി. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. 2. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ചെറിയ ആയത്തുകളുണ്ട്, ചെറിയ ഹദീസുകളൊക്കെ ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നമുക്ക് 50 മാർക്കും വാങ്ങാനുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ലോണം പാഠം വായിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഹദീസുകൾ, ആയത്തുകളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ആകെ നമുക്ക് പഠിക്കാനുള്ളത് 5 പാഠങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്കിതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. സപ്പോർട്ടായ നിങ്ങളുടെ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് കൊടുക്കുക മറന്നവർ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റെന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.